രാജശേഖരൻ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ക്യാരക്ടറാണ്. അപ്പം അതുകൊണ്ട് അത്രയും സുന്ദരനായ, അത്രയും എഫിഷ്യൻ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്നും കൂടെ വന്നാൽ എന്നാണ് കുഴപ്പമുള്ളത് മലയാള സിനിമയിൽ? എങ്ങനെയായിരുന്നു വെച്ചാൽ അരി പിറക്കി കൊയിലാണ്ടിയിലത്തെ ഓരോ അരിമണിയും എല്ലാ പഞ്ചായത്തിലും. എത്ര ഷോട്ട് വരെ പോയിണ്ടോ? അത് അധികമൊന്നും പോയില്ല, ഈ പറയുന്ന പോലെ എടുത്ത് തീർന്നു. ഫുള്ള് ഇല്ല ഇറ്റ് വാസ് ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ബോംബുകളായിരുന്നു. ഫുള്ള് അതായിരുന്നു. എല്ലാവരും ഭയങ്കര എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ സി ദാറ്റ്സ് ഫിലിം, വി ഹാവ് ടു ഡു ഇറ്റ്, എന്നാലും അതിൻ്റെ നാച്ചുറൽ ഇത് കിട്ടുള്ളൂ. അപ്പം എല്ലാവരും അലേർട്ടായിരുന്നു, ആംബുലൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരാളൊന്ന് വരച്ചാൽ മതി എല്ലാം തെറിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം വളരെ നാച്ചുറലായിട്ട് അവരെടുത്തതാണ്. ഈ കിഷ്കിന്ധകാണ്ഡം ഇനി ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാം. ഇപ്പം 100 കോടി അടിച്ച് നിൽക്കുന്ന ഉണ്ണി മുകുന്ദനെ ആദ്യം മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്ന് ബാങ്കോക്കിൽ അന്ധകാലത്ത് കൊണ്ടുപോയി ഒരു സിനിമ എടുത്ത് ഞാനിപ്പോഴും ഉണ്ണിക്കുട്ടാന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴും ഉണ്ണിക്കുട്ടാന്നാണ് വിളിക്കുന്നത്. അതങ്ങനെ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. ആ ഡയറക്ടർക്ക് എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. അയാളുടെ ജീവിതം അത് 100% ഉറപ്പാണ്. അല്ലാതെ ഞാൻ സമ്മതിപ്പിക്കും. നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അഭിനേതാക്കളായ തോമസ് മാത്യു, ഷെല്ലി കിഷോർ, ഗാർഗി, ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ജോബി ജോർജ് എന്നിവരാണ് റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് അതിഥികളായി എത്തിയിരിക്കുന്നത്. സ്വാഗതം. ഇങ്ങനെ ആദ്യത്തെ ചോദ്യം ജോബി ചേട്ടനോട് തന്നെ ചോദിക്കണം എന്ന് കരുതുന്നു. കിഷ്കിന്ധകാണ്ഡം എന്ന് പറയുന്ന ഒരു ചിത്രം, അതിനുശേഷം എത്തുന്ന ഏറെ പ്രതീക്ഷകളോടെ എത്തുന്നൊരു ചിത്രമാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. അതിനു മുൻപ് രോമാഞ്ചം എന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം ജോബി ജോർജ് ഏറ്റെടുക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ചിത്രത്തിന് ഏറ്റെടുത്തതാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. സോ നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്നുള്ള ഒരു ചിത്രത്തിനെ എന്താണ് എക്സൈറ്റഡ് ആക്കിയത്? ഇത് ഏറ്റെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ പൈസ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ്. രോമാഞ്ചം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ കേരളത്തിൽ ലോകം മൊത്തം കൊണ്ടു നടന്ന് കാണിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ അത് ഇറങ്ങാതെ വലിയ പ്രശ്നമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്ത ആൾ വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മളെടുത്ത് വരുന്നത്. ആ പടം ഒരു പാതിരാത്രിയിലാണ് കാണുന്നത്. ആ പടം കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നതാണ്. ഈ പടം ഞങ്ങളുടെ വീട്ടിലെ സിനിമ, ഐ ഹാവ് എ പ്രോപ്പർ സിനിമ തിയേറ്റർ, ബട്ട് ഐ ക്യാൻ, അതിനകത്തൊരു ഓപ്ഷനുണ്ട്, അത് ക്യാൻ മിറർ ടു ലണ്ടൻ, മിററിങ് ഓപ്ഷനുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങളുടെ അവിടുത്തെ ടെക്നീഷ്യന്മാരൊക്കെ അവിടെ വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മിററിങ് ഓപ്ഷൻ ഓണായി കിടക്കുകയായിരുന്നു അന്നാ രാത്രിയിൽ. ഈ സിനിമ ഞാൻ കണ്ടിറങ്ങി എനിക്ക് അതിനകത്ത് ഓടുന്നൊരു ഓട്ടം ഉണ്ടല്ലോ, മറ്റേ ശ്രീയേശോൻ്റെ മോൻ അർജുന അശോകൻ ഓടുന്നു. ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരാൾ ഇതുപോലെ അടുത്തിരുന്ന് ചിരിക്കും എൻ്റെ കൂടെ ഇരുന്നു. ഞാനവനെ ഞുള്ളി ചിരിക്കാത്ര, കാരണം ആ പ്രൊഡ്യൂസറുമായിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ടതാണ് ഇത് കഴിഞ്ഞിട്ട്. അത് ഭയങ്കരതാണെന്ന് കണ്ട് ഞങ്ങൾ ചിരിച്ചാൽ അവൻ വില കൂട്ടും, മനസ്സിലായോ? അങ്ങനെ നമ്മളത് ചെയ്തു കണ്ട്. അപ്പോൾ ഞാനിവരെ രാത്രി പാക്ക് ചെയ്ത് വിട്ടതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ അതിൻ്റെ വിമിയോ ലിങ്ക് വേറൊരു OTT-കാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി മേടിച്ചപ്പോൾ ഞാൻ എൻ്റെ മോന് അയച്ചു കൊടുത്തു, അതുപോലെ എൻ്റെ മോൾക്ക് അയച്ചു കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കണ്ടിട്ടൊരു അഭിപ്രായം പറയണം എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. എന്നാലൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറയുന്നത്, പപ്പ ഇന്നലെ ഞാൻ ഈ രാത്രി സിനിമ കണ്ടിരുന്നു, നിങ്ങളെ ഓണാക്കി ഇവിടെ ഓണാക്കി ഞാനും ഇത് കണ്ടെന്ന് പറഞ്ഞു. ആ ഓക്കെ, അത് ഭയങ്കര. അപ്പോൾ ഞാൻ നിനക്കെന്ന് തോന്നുന്നു, പപ്പ ഈ സിനിമ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ സിനിമയിലേക്ക്. അതൊരു ദൈവ അനുഗ്രഹമായിരുന്നു. പക്ഷേ കിഷ്കിന്ധകാണ്ഡം അങ്ങനെയൊന്നുമല്ല. കിഷ്കിന്ധകാണ്ഡം ഞാനതിരുന്ന് വായിച്ചു, അതിൻ്റെ നമ്മുടെ ഫുൾ പ്രോസസ്. ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഞാൻ ഒരു സ്ത്രീ, അതായത് ഒരു ലേഡി ആയിരുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ. അവരെ നമ്മൾ കൂടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, അല്ലാതെ അവരെ നമ്മളങ്ങനെ അവരെ നമുക്ക് മേടിച്ചു പറഞ്ഞാൽ നിങ്ങളെ തള്ളിക്കളയുന്നല്ല. അവരെ വലിയ പേരില്ല, ഈവൻ ദോ അവർക്കൊരു ഇതും ഇല്ലെങ്കിൽ പോലും അവരുടെ ഫോട്ടോ നമ്മൾ വെച്ചിട്ടാണ് ചെയ്യാൻ, അവരുടെ പേര് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അവർ ഈ സിനിമ ചെയ്യാൻ വരുന്നു, അവർ നമ്മളോട് അതിൻ്റെ അസോസിയേഷൻ ആവശ്യപ്പെടുന്നു. നമ്മളപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഓഡിയോ റൈറ്റ്സ് ഒക്കെ മേടിച്ച് നമ്മൾ സിനിമ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കുറച്ചുകൂടെ പൈസ ആവശ്യപ്പെട്ടു. നമ്മുടെ കയ്യിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ വീണ്ടും പൈസ കൊടുത്തു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അവർക്കിതിനോട് അവരുടെ ഇനി അവർക്കിത് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയാണ്. അങ്ങനെ പറയുമ്പോഴത്തേനും നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതിട്ടിട്ട് നമ്മുടെ പൈസ മാത്രം മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്തിട്ട് അപ്പം ഞാൻ ഈ പടം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ബിസിനസ്സുകാരും ചിന്തിക്കുന്നത് പോലെ നമ്മളിതിൻ്റെ ബിസിനസ് സാധ്യതകളൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് തടിയെ കൊള്ളില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ ഈ പടം കണ്ടപ്പോൾ ഈ പടത്തിനകത്തുള്ള ചില എലമെൻറ്റുകൾ എനിക്കൊത്തിരി റിലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് മറ്റ് പ്രേക്ഷകരുടെ കാര്യം എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ വലിയ എന്നേക്കാളും ബുദ്ധിയുള്ള, എന്നേക്കാളും ഒത്തിരി കഴിവുകളുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ഏറ്റെടുക്കാൻ. കാരണം അതിനകത്ത് എസ്പെഷ്യലി അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിലെ കാര്യത്തിൽ ഞാനൊരു മോനെ ഉള്ളതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ വീട്ടിൽ 10 മക്കളുണ്ടായിരുന്നു, 7 ആണും 3 പെണ്ണുമാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും ഈ പ്രശ്നമൊക്കെ ആയിട്ട് എനിക്കിത് കണക്ട് ചെയ്യാൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ആ സിനിമ, അതാണ് എനിക്കിഷ്ടപ്പെട്ട അപ്പം ബേസിക്കലി എൻ്റെ പൈസ പോകാതിരിക്കാൻ വേണ്ടി ഞാനത് മുഴുവിപ്പിച്ചു. 2, എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ എനിക്ക് കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ പടം. ഓക്കെ, ഈ ചിത്രത്തിൻ്റെ കാസ്റ്റിങ്ങിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു സംഭവം തോമസ് മാത്യുവിൻ്റെ തിരിച്ചുവരവാണ്. അപ്പം ആനന്ദം എന്നുള്ള ചിത്രത്തിൽ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഞങ്ങൾ കോളേജിലെ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകുന്നു, കാണുന്നു, ആ ഒരു വൈബിൽ കണ്ട പടമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് റോഷൻ പിന്നീട് ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. പലരും പിന്നീട് ചിത്രങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഒരു 9 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് തോമസിനെ വീണ്ടും സ്ക്രീനിലേക്ക് കാണാൻ പോകുന്നത്. സോ എന്തുകൊണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പ്? സോ ഈ പടം എത്രത്തോളം പ്രിയപ്പെട്ടതാണ്? ഇപ്പോൾ 8 വർഷത്തെ ഗ്യാപ്പാണിപ്പോൾ. ഈ സിനിമ പ്രിയപ്പെട്ടതാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഷരൻ്റെ കാര്യം പറയണം. ഇപ്പം ഷരൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഉള്ളൊരു സമയത്താണ് ഒരു ദിവസം ഞാൻ മുകുന്ദനുണ്ണി സൂസൈഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പോഴാണ് ഷരൻ്റെ കാൾ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഓഡിഷൻ ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിച്ചു. കാരണം ഷരൺ എന്നെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ താടിയൊക്കെ ആയി കുറച്ചും കൂടെ മുടിയും ഒക്കെ വളർത്തിയൊരു രീതിയിലാണ്. അപ്പം ഈ ക്യാരക്ടറിന് ഒരിക്കലും ചേരുന്ന് തോന്നിയിട്ടുണ്ടാവില്ല നാച്ചുറലി. അപ്പം ഞാൻ ഓഡിഷൻ ചെയ്യാൻ ചെന്ന് ഞാൻ താടിയൊക്കെ എടുത്തു. ഞാനൊന്ന് ഇച്ചിരി മെലിഞ്ഞ ഒരു രീതിയിൽ എങ്ങനെയാണോ കാണിക്കാൻ പറ്റുക ആ പ്രായത്തിലോട്ട് എത്തുക എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ഓരോ സ്റ്റെപ്പ് ഓഫ് ദ വേയും എനിക്ക് കൂടുതൽ ഇപ്പം സ്ക്രിപ്റ്റും എല്ലാ രീതിയിലും ഈ പടം പ്രിയപ്പെട്ടതാണ്. കുറേ പറയാനുണ്ട്. ഈ ഗ്യാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനും കുറേ കഥകളുണ്ട്. ഇത്രയും നാളുണ്ടല്ലോ, 8 വർഷം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ പല പരിശ്രമങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരുകൂടി ഒരു സ്ക്രിപ്റ്റ് എടുത്ത് പല പ്രൊഡക്ഷൻ ഹൗസിലും കയറി ഇറങ്ങി അതൊരു സിനിമയാക്കാൻ നോക്കി, നടന്നില്ല. അങ്ങനെ കുറേ എല്ലാവർക്കും ഉള്ള പോലത്തെ കുറേ സ്ട്രഗിളുകളുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇപ്പം ഞാൻ ഇടയ്ക്കൊരു ഇമെയിൽ അയക്കും, ഈ പറയുന്ന കാസ്റ്റിംഗ് കോളുകൾക്ക് ഇമെയിൽ അയക്കുമ്പം ഒരു ലൈൻ പോലെ എപ്പോഴും വെച്ചിരുന്നൊരു സാധനമാണ് ഈ പണ്ട് ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി മുട്ടി വന്നപ്പം എനിക്ക് ഡോർ തുറക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് മുട്ടി നോക്കുകയാണെന്നുള്ളൊരു സാധനത്തിൽ ഇപ്പം തുറക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ അയക്കാറുണ്ട്. അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ട് മെയിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലതും വർക്കൗട്ടായിട്ടില്ല. ചിലത് ലാസ്റ്റ് മിനിറ്റ് വരും, നടക്കാണ്ട് പോകും, അങ്ങനെ ഒരുപാട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആനന്ദം കഴിഞ്ഞ് ഒരു ഘട്ടത്തിലാണ് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോകുന്ന ഒരു സ്പേസിൽ ഇപ്പം വിനീതേട്ടൻ എനിക്ക് വേണ്ടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കോളേജിൽ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ തിരിച്ച് കോളേജിലെടുത്തത്. അപ്പോൾ പിന്നെ വിനീതേട്ടനോടും പേരൻസിനോടും എല്ലാവരോടും ഞാൻ കോഴ്സ് തീർക്കണമല്ലോ എന്നുള്ളൊരു സാധനമായി. അപ്പോൾ പിന്നെ എന്നെ ആണെങ്കിൽ അവിടെ നിന്ന് സിനിമയ്ക്ക് വിടത്തില്ലായിരുന്നു. ഇപ്പം മറ്റേ എന്താ പറയുക, ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇപ്പം ആനന്ദം കട്ടു അടുത്ത ഷോട്ട് മറ്റേ ക്ലാസ്സിൽ നിന്ന് എൻ്റെ ബുക്കും അസൈൻമെൻറ്റൊക്കെ ഇങ്ങനെ പറന്ന് പുറത്തോട്ട് പോകണമൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു. പക്ഷേ ആനന്ദം കഴിഞ്ഞപ്പം ഐ വാസ് വെരി ഷുവർ. ഇപ്പം പലരും ചോദിച്ചു, അന്ന് ഭയങ്കര ചെറുപ്പമാണല്ലോ, സിനിമ ആണെന്ന് ഇപ്പോഴേ ഉറപ്പിക്കണോ എന്നൊക്കെയുള്ളൊരു സാധനം. പക്ഷെ എനിക്കെന്തോ ഇത് മതി, ഇത് വേണം എന്നുള്ളൊരു സാധനത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ഈ പ്രതീക്ഷകൾ എന്താണെന്നൊക്കെ. ഈ പ്രതീക്ഷകളൊന്നും അധികം വെച്ച് പിന്നെ അത് ആയില്ലല്ലോ എന്നൊക്കെ ആലോചിക്കാനൊന്നും നിന്നില്ല. ഓടുക എന്നുള്ളൊരു. താങ്ക് യു. ഓക്കെ, സോ ഷെല്ലി, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് ഷെല്ലി. കുങ്കുമപ്പൂവ് എന്ന് പറയുന്ന ഒരു സീരിയൽ
ആ കാലത്ത് ഇരുന്ന് എനിക്ക് തോന്നുന്നു ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. സോ പിന്നീട് സിനിമകളിലേക്ക് വരുന്ന സമയത്ത് ഈവൻ ഷിബുവിൻ്റെ കൂടെ ഉഷ, മിന്നൽ മുരളിയിലെ ക്യാരക്ടർ ഇതാവുന്നു, സർക്കാർ ഉൽപ്പന്നത്തിലെ ക്യാരക്ടർ, ഇതൊക്കെ ചർച്ചയാവുന്നുണ്ട്. പക്ഷേ ഞാൻ ഷെല്ലിയുടെ ഒരു ബയോ എടുത്ത് നോക്കുന്ന സമയത്ത് വിദേശത്ത് പഠിക്കുന്നു, ഒരുപാട് ഡിഗ്രികളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഒക്കെ എടുത്തില്ല. സിനിമയിലെ ഇമേജ് വേറെയാണ്, ഇതിലെ റിയൽ ലൈഫിലെ ഇമേജ് വേറെയാണ്, ഇങ്ങനെ ഒരു. പക്ഷേ ഇതിൻ്റെ ഒരു 1 മിനിറ്റ് ടീസർ മാത്രമാണല്ലോ ഇറങ്ങിയത്. അതിലെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഷെല്ലിയുടെ ഒരു ക്യാരക്ടറിനോട് ചേർന്നിട്ടുള്ള റോളാണോ ഈ നാരായണീൻ്റെ 3 ആൺമക്കൾ എന്നുള്ളത്, അല്ലെങ്കിൽ റിയൽ ലൈഫിനോട് ചേർന്ന ഒരു ക്യാരക്ടറാണോ? എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പുറത്താണ്. പക്ഷെ എനിക്ക് നാടിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എൻ്റെ കുറേ വീക്ഷണങ്ങളൊക്കെ നാടിനോട് ചേർന്നതാണ്. അപ്പോൾ എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരനോട് എന്നെ ഇതിനു വേണ്ടി, ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ശരൺ ഈ കഥ പറഞ്ഞപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ശരണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ദ വേ ഹീ സ്പോക്ക് ടു അസ്. അപ്പം എപ്പോഴും പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ 3 മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് 3 വലിയ ആർട്ടിസ്റ്റുകളാണ്, പേര് കേട്ട ആർട്ടിസ്റ്റുകളാണ്, നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നവരാണ്. അപ്പം ശരൺ ഒരു പുതിയ ഡെബ്യൂ ഡയറക്ടറാണ്. അപ്പം അതിലൊരു ഭാഗമാവാൻ കഴിയുന്നു. അതിൽ സുരാജേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. എൻ്റെ മകനാണിത്, ഒരു കുഞ്ഞും കൂടെ ഉണ്ട് അതിൽ. അപ്പം ഞങ്ങൾ ഒരു ഫാമിലി മൊത്തത്തിൽ എനിക്കൊരു കണക്ഷൻ തോന്നി. ആ ഒരു വൈബ് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ക്രീൻ സ്പേസിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ക്രെഡിറ്റും ശരണിനാണ്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഉള്ളൊരു കപ്പാസിറ്റി, ഒരു പീപ്പിൾ മാനേജ്മെൻറ്റ് ശരണിനുണ്ട്. അപ്പം അങ്ങനെ ശരൺ പറഞ്ഞ കഥയിൽ അത് വിഷ്വൽ ചെയ്യാൻ പറ്റി, അത് കുറേയൊക്കെ ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഇതിൽ ബോർഡാവുന്നത്. ഓക്കെ. ഇപ്പം ഗാർഗിയുടെ വരവെന്ന് പറയുന്നത് റൺ കല്യാണി എന്ന് പറയുന്ന വളരെ ചർച്ചയായിട്ടുള്ളൊരു സിനിമയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. സോ എങ്ങനെയാണ് ഇപ്പം, എനിക്ക് തോന്നുന്നു ഡ്രാമ സ്കൂളിൽ പഠിച്ചിരുന്നു, അതിനുശേഷമാണ് ആ സമയത്താണ് എന്ന് തോന്നുന്നു റൺ കല്യാണിയൊക്കെ നടക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. സോ ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, ഈ ചിത്രത്തിലേക്ക്? ഇതിലിപ്പോ ശരണിന്റെ ഡിപ്ലോമ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വർക്ക് ചെയ്തിട്ട് ശരണിന് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിലേക്ക് എത്തിപ്പെട്ടു. ഈ കോഴിക്കോട് കൊയിലാണ്ടിയിലാണല്ലോ ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം 1 മിനിറ്റുള്ള റീൽ സ്വഭാവത്തിലുള്ള ഒരു ടീസർ എന്ന് കറക്റ്റ് 1 മിനിറ്റാണ് അതുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഈ ഡയലോഗിലൂടെയും മ്യൂസിക്കിലൂടെയും ഒക്കെ ഉണ്ടാക്കുന്നൊരു ടെൻഷൻ ഉണ്ട്. അതേസമയം എനിക്ക് കുറച്ചും കൂടി ഞാൻ കോഴിക്കോട്ടുകാരനാണ്, അപ്പോൾ ഈ പക്ക കോഴിക്കോട് ലാംഗ്വേജും കൂടി അതിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യുന്നൊരു മൂഡുണ്ട്. സോ നിങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചൊരു ആർട്ടിസ്റ്റുകളാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിൻ്റെ ഒരു സ്ഥലത്ത് എന്താണ് ഇപ്പം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഒന്നും കിട്ടില്ല, പക്ഷേ ഇതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ്? ഓൾവേസ് നമ്മളൊരു സിനിമ തുടങ്ങുമ്പോഴും ഇത് സക്സസ് ആവണമെന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അത് ഓരോ ദിവസം ആകുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പം ഒരു 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായി. നമ്മൾ ഇന്ന് ആക്ച്വലി ഞങ്ങൾ അന്ന് പാക്കപ്പ് ആയ ദിവസമാണ്, 2 വർഷം മുന്നേ. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇറങ്ങുന്നില്ല എന്നുള്ളൊരു ചോദ്യം ആസ് എൻ ആക്ടർ നമുക്കുണ്ടായിരുന്നു. ശരണിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ശരൺ ഇസ് എ ഗുഡ് ഫ്രണ്ട് പറയാറുണ്ട്. ബിഹൈൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സാറിൻ്റെ അടുത്ത് താങ്ക് യു പറയണം ഫോർ ടേക്കിംഗ് അപ്പ് ദിസ് പ്രോജക്റ്റ്. കാരണം ഒരു ഡെബ്യൂ ഡയറക്ടർ ആർക്കും അങ്ങനെ വലിയ വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ സാറിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഹി ഗീവ്സ് വാല്യൂ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം ഗുഡ് വിൽ പ്രൊഡക്ഷൻസ് എടുക്കുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ ഒരു ഡെബ്യൂ ഡയറക്ടറിൻ്റെ ഏറ്റവും ഭാഗ്യമാണ് നല്ലൊരു പ്രൊഡക്ഷൻ ഏറ്റെടുക്കുക, അത് ഡിസ്ട്രിബ്യൂട്ടർ വരിക, അത് അവർക്കൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയി കുറച്ച് ഡിലേ വന്നു. സ്റ്റിൽ എന്നിട്ട് ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് വരണമെന്നുള്ളൊരു ഒരു സംഭവം തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് 100% ഹോപ്പാണ്. പ്ലസ് ഒബ്വിയസ്ലി സാറിനെ പോലൊരു വ്യക്തി ഇത് ഏറ്റെടുക്കുകയും സാറിന് ഇത്രയും ഒപ്റ്റിമിസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലം തിരിച്ച് സാറിന് കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം.
ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് ഡിലേ ആയത് കറക്റ്റ് ടൈമിലാണ് ഇപ്പം തോന്നുന്നുണ്ട്. കാരണം കിഷ്കിന്ധാകാണ്ട പോലുള്ളൊരു സിനിമ ഓണക്കാലത്ത് ഇറങ്ങി അത് വലിയ ചർച്ചയാവുന്നു. കാരണം കാസ്റ്റിങ്ങോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ സാധനങ്ങളോ ഒന്നും അല്ലാതെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് സിനിമകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. ഇപ്പം കിഷ്കിന്ധാകാണ്ഡത്തിന് ശേഷം ഇറങ്ങുന്ന ഗുഡ് വില്ലിൻ്റെ സിനിമ, ഇത് ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ? അതെ, 100%. അത് രണ്ട് രീതി പറയാം കേട്ടോ. ഒന്ന്, ഇത് ഇത്ര ലേറ്റ് ആയത് ഞാൻ പറഞ്ഞല്ലോ, ചില ഇതാണ്, അതൊക്കെ മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും വേണമെങ്കിൽ ഇത് കഴിഞ്ഞ വർഷം ഇറക്കാമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു സ്വാർത്ഥതയുണ്ട്. ആ സ്വാർത്ഥത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ എക്സിസ്റ്റൻസ് കളയരുത്, ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ കാണണം എന്ന ആഗ്രഹമുണ്ട്. ആഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് ഉറപ്പൊന്നും പറയാം, നാളെ ട്രോളരുത്. എനിക്ക് അമരത്വമൊന്നുമില്ലല്ലോ. വൺ ഡേ സൂണർ ഓർ ലേറ്റ് വൺ ഡേ ഞാൻ ഇവിടെ നിന്നൊക്കെ ഗുഡ് ബൈ പറയേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ മക്കളിലൂടെ ഗുഡ് വിലൂടെ ഉണ്ടാകണം, ആ ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആഗ്രഹിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് വർഷത്തിൽ വൺസ് ഇൻ എ ഇയർ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പടം ഉണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ഡിഫറെൻറ്റ് കേസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇത് കഴിഞ്ഞ വർഷം എനിക്ക് വേണമെങ്കിൽ ഇത് നവംബറിലോ വേണമെങ്കിൽ ഒന്ന് ഉത്സാഹിച്ചിരുന്നുവെങ്കിൽ വേണമെങ്കിൽ സെപ്റ്റംബറിലൊക്കെ ഇത് ഇറക്കാമായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചത് ആഫ്റ്റർ കിഷ്കിന്ധാകാണ്ഡം മതി. 2025 ആദ്യം ചെയ്യാം എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് വന്നത്. ഇനി നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ, ടെൻഷൻ ഉണ്ടോ എന്ന്. കിഷ്കിന്ധാകാണ്ഡം സിനിമ ചെയ്യുന്ന റിലീസാകുന്നവിടം വരെയും ജോബി ജോർജ് തടത്തിൽ അല്ലെങ്കിൽ ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ പോകരുതേ, ഞങ്ങൾ ലാഭം 1 രൂപ പോലും വേണ്ട, മുടക്കിയ പൈസ തിരിച്ചു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കിഷ്കിന്ധാകാണ്ഡം നമുക്കുണ്ടാക്കി തന്ന ഒരു 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 പത്തര മാറ്റമുണ്ട്. നിങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, അതിനെ പോസിറ്റീവായിട്ട് എടുക്കുമെങ്കിൽ. ഒരു സിനിമ മലയാളത്തിൽ വന്നു കഴിഞ്ഞാൽ മലയാള പ്രേക്ഷകർ അത് ഏറ്റെടുക്കും. അവർ വലിയ ക്രിട്ടിക്കൊക്കെ വരും. അതിനുശേഷം അത് OTTയിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. OTT വന്നാൽ അതിൻ്റെ മൈന്യൂട്ടായ പ്രശ്നങ്ങൾ പറഞ്ഞ് ചവിട്ടി വലിച്ചു കീറി ഒട്ടിക്കുന്നൊരു സ്വഭാവമുണ്ട്. നമ്മൾ തന്നെ ചെയ്തതാണ് രോമാഞ്ചം. OTT വന്നതിന് ശേഷം കേട്ട തെറികൾക്ക് കണക്കും കയ്യുമില്ല. എന്നാൽ നാളിതുവരെ ഒരു തരത്തിൽ പോലും നെഗറ്റീവ് കേൾക്കാത്ത ഒരു സിനിമയാണ് കിഷ്കിന്ധാകാണ്ഡം. അതിന് ദൈവത്തോട് നന്ദി പറയണം. നമ്മൾ അത്ര ബ്ലെസ്ഡ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ രണ്ടാമത്തൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, പൈസ പോകരുത്, ഒപ്പം നമ്മുടെ മെറിറ്റും പോകരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ മെറിറ്റും പോകരുതേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടെൻഷനുണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷനുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും വിശ്വാസം, ഈ സിനിമ കണ്ടിട്ട് ആളുകൾ ഇതൊരു മോശം സിനിമയാണ് എന്ന് പറയില്ല. ഇതൊരു നല്ല സിനിമയാണെന്ന് തന്നെയായിരിക്കും പ്രേക്ഷകർ പറയാൻ പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. നിഖിൽ എന്നാണ് പേര്. നിഖിലിൻ്റെ ഉമ്മയാണ് ഇരിക്കുന്നത്. നിഖിലിൻ്റെ അച്ഛൻ സുരാജേട്ടൻ, ചെയ്യുന്ന ക്യാരക്ടർ ഭാസ്കരൻ. അപ്പം ഞങ്ങൾ UK-ന്ന് വരികയാണ്, ഒരു അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ 3 ആൺമക്കളും അവരുടെ ഫാമിലി എല്ലാവരും അവിടെ ഒത്തുകൂടുന്നു. നിഖിൽ ഒരു കൺഫ്യൂസ്ഡ് ആൻഡ് ഒരു ചെറിയൊരു ലള്ളിലാണ്, ഒരു ലോ പോയിന്റിലാണ് ലൈഫിൽ. അപ്പം അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീഡം ഉള്ള, അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി എന്ന് നിൽക്കുന്ന നിഖിലിന് ആകെ കൂടെ പോകാൻ പറ്റുന്ന ഒരു ഇടമായി മാറുന്നതാണ് ഈ കൂട്ടുകുടുംബമുള്ള ഈ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ, ഇപ്പം ഞാൻ ആദ്യ ദിവസം ചെന്നിട്ട് ഞാനിപ്പം ജോജേട്ടൻ ചെയ്യുന്ന സേതു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ റൂമിലാണ് ക്യാരക്ടർ താമസിക്കുന്നത്. അപ്പം കിടന്നുറങ്ങുന്നതൊക്കെ. അപ്പം ഞാൻ ആ റൂമിൽ പോയിരുന്നു. അപ്പം ഗാർഗി ആതിര എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞങ്ങളവിടെ ഞങ്ങൾ ആ വീടിൻ്റെ ഉള്ളിൽ കുറേ സ്പെൻഡ് ചെയ്തപ്പം, ഇപ്പം ഇതിൽ ഈവൻ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ തലയിൽ കൂടെ അപ്പം പോയ ഒരു കാര്യം ഷാരനോട് ഷെയർ ചെയ്തു. അതൊരു ഷോർട്ടായിട്ടൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഷരൺ പറയുണ്ടായി, ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സാണെന്നുള്ള സാധനം. ഇപ്പോൾ ജോബി ചേട്ടനും നേരത്തെ സംസാരിച്ചതിലൊക്കെ സെയിം ആ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പം അത് വല്ലാണ്ട് ഉണ്ടായിരുന്നൊരു സിനിമയാണ് അങ്ങനെ. അപ്പം എനിക്ക് നിഖിലെന്തോ ഭയങ്കര ഡിയറാണ്. കാരണം
ചില സിനിമ ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ പിന്നെ ആൾക്കാർ അത് ആലോചിക്കുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് പറയാത്തത്. അപ്പം എൻ്റെ തലയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതുപോലൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുണ്ടായിരുന്നു. അപ്പം അതേ സിനിമയുടെ സെറ്റിംഗ് ആണ് ഇത്. സിനിമ വ്യത്യാസമുണ്ട്, വേറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, വേറെ കഥയാണ്, പക്ഷെ അതേ സെറ്റിങ്ങാണ്, ആ വീടും ചുറ്റുപാടുകളും അങ്ങനത്തെയൊക്കെ. അപ്പം ചോദിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ പടം ആർക്കും ഒരു മോശം പടമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അതായിരുന്നു ഞാനതായത് നല്ല എന്താ പറയുക, ഇതാണ് ഇനി ചെയ്യേണ്ട പടം എന്ന് തോന്നിയിട്ട് തന്നെ എടുത്തതാണ്. ഓക്കെ, ഇപ്പോൾ ആനന്ദത്തിൻ്റെ ഒരു ഭയങ്കര ഫൺ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റീവ് മൂഡിൽ നിന്ന് ആ ഗ്യാപ്പ് എടുത്ത് ഈ ചിത്രത്തിലെത്തുന്നു. എന്നിട്ട് നമ്മൾ ക്യാമറേനെ അഭിമുഖീകരിക്കാൻ പോവുകയാണല്ലോ. സോ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടായിരുന്നൊരു ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോകുന്ന ഒരു സാധനം, ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരികയാണ്, പ്രിയപ്പെട്ടൊരു സിനിമയും കഥയും പ്രിയപ്പെട്ട ആളുകളുമാണ്. അപ്പം അവിടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിൻ്റെ ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് തന്നെയായിരുന്നു, അതായത് പൂജ ആ ഷോട്ട് തന്നെയായിരുന്നു. ട്രെയിലറിൽ കാണുന്ന ആ ഷോട്ടാണ്, ഞാനൊരു വിൻഡോയിൽ കൂടെ വന്നിങ്ങനെ എത്തി നോക്കുന്ന. എങ്ങനെയായിരുന്നു വെച്ചാൽ അരി വിറക്കി. അപ്പൊ അതങ്ങെടുത്ത് പോയി. ഞങ്ങൾ ചാക്കുമായിട്ട് നിന്നു അവിടെ കൊയിലാണ്ടിയിലത്തെ ഓരോ അരിമണിയും എല്ലാ പഞ്ചായത്തിലെയും. എത്ര ഷോട്ട് വരെ പോയിണ്ടോ? അത് അധികമൊന്നും പോയില്ല, ഈ പറയുന്ന പോലെ എടുത്ത് തീർന്നു. ഓക്കെ, ഇപ്പം ഗാർഗിയുടെ ഇപ്പം റൺ കല്യാണി ഇറങ്ങിയ സമയത്ത് ഗാർഗി പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ നേട്ടത്തിൽ ഇത്രയധികം ആളുകൾ സന്തോഷിക്കുന്നുണ്ട്, ഞാനും എനിക്ക് വേണ്ടപ്പെട്ടവരല്ലാതെ ഇത്രയധികം ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് ഈ നേട്ടം വന്നതിന് ശേഷമാണ് എന്ന് പറയുന്നു. അന്ന് തന്നെ സിനിമയോടൊപ്പം തന്നെ നാടകവും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. സോ ഇത് എത്രത്തോളം നടക്കുന്നുണ്ട് ഇപ്പോൾ? എനിക്ക് ഈ 18-ാം തീയതി ഒരു ഷോ ഉണ്ട്, അപ്പൊ നാടകത്തിന് ഷോയ്ക്ക് പോവാണ്. അതിപ്പോഴും ഒപ്പം തന്നെ കൊണ്ടുപോകാൻ ഇതുവരെ പറ്റുന്നുണ്ട്. ഇപ്പം നാടകവും സിനിമയും രണ്ട് മീഡിയ ആണല്ലോ. ഒന്ന് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുകയാണ്, ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കിട്ടുകയാണ്. സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറേ പ്രോസസ്സ് എടുത്ത് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിലെത്തി ഓഡിയൻസ് കണ്ടിട്ടാണ് റെസ്പോൺസ് കിട്ടുന്നത്. സോ ഈ ഡിഫറൻസ് എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ തിയേറ്റർ റിലീസ് ആദ്യം ഫസ്റ്റ് പടം. ഞാൻ പറയാം, എനിക്ക് അങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രോപ്പർ ഓഡിയൻസ് റെസ്പോൺസ് എക്സാക്ട്ലി കിട്ടിയിട്ടില്ല. ഇപ്പൊ റൺ കല്യാണി ആയാലും അത് കണ്ട ആളുകള് ചുരുക്കം ആയിരിക്കും, അങ്ങനത്തെ ഒരു ലിമിറ്റഡ് റെസ്പോൺസ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അവരങ്ങനെ കമ്പയർ ചെയ്യാനായിട്ടുള്ളൊരു ഇതില്ല. ഗാർഗിയുടെ പറഞ്ഞപ്പോൾ ഐ വാസ് തിങ്കിങ്, അലൻസിയർ അച്ഛൻ തിയേറ്റർ ആർട്ടിസ്റ്റ്, സജിത ആൻഡ് തിയേറ്റർ, യുവ തിയേറ്റർ, ഒരു തിയേറ്റർ കുടുംബം അതിനകത്ത്. ഓക്കെ, സോ ജോബി ജോർജ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ എടുത്തിട്ടുള്ളതെല്ലാം കൊമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നിൽക്കുന്ന, അതായത് പക്ക കൊമേഴ്ഷ്യലായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉള്ള സിനിമകളായിരുന്നു ഒരു ഘട്ടം വരെ എടുത്തിരുന്നത്. അപ്പോൾ അതിനുശേഷം അതിൽ നിന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. അതേസമയം ഇപ്പം കിഷ്കിന്ധാകാന്ഡത്തിൽ നമുക്ക് കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു ആൻസർ പറയാനില്ല. അപ്പം ഈ ഒരു ഡിസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, അത് എന്തെങ്കിലും ബോധപൂർവ്വം എടുത്തതാണ്? ബോധപൂർവ്വം വേണമെന്ന് വേണം പറയാം ഒരു പരിധി വരെ. എന്താണെന്നറിയോ, നമ്മൾ 27ാമത്തെ സിനിമയായത്, ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ ഈ ഗുഡ് വിൽ എന്ന് പറയുന്ന പേര് നിങ്ങളറിയാൻ പറ്റാതെ, നിങ്ങൾ ഗുഡ് വിൽ ഇപ്പോൾ റിപ്പോർട്ടറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് മലയാള സിനിമ ഫിലിമിൽ നിന്ന് HD മാറുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിലെ ആദ്യത്തെ HD സ്റ്റുഡിയോ നിർമ്മിച്ച് പ്രവർത്തിപ്പിച്ച് ആളാണ് ജോബി ജോർജ് എന്ന് പറയുന്ന ഞാൻ. അന്ന് ജോയൽ സിനി ലാബ് എന്നായിരുന്നു എൻ്റെ മോൻ്റെ പേരിലായിരുന്നു അത് ജോയൽ സിനി ലാബ്, പനമ്പള്ളി നഗറിലായിരുന്നു. അപ്പോൾ ഇന്ന് മലയാള സിനിമയിലുള്ള പല എഡിറ്റർമാരും പല ക്യാമറമാന്മാരും പല കളറിസ്റ്റും ഒക്കെ ജോയൽ സിനി ലാബിൽ നിന്ന് പോയവരാണ്. അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഇപ്പം 100 കോടി അടിച്ച് നിൽക്കുന്ന ഉണ്ണി മുകുന്ദനെ ആദ്യം മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്ന് ബാങ്കോക്കിൽ അന്ധകാലത്ത് കൊണ്ടുപോയി ഒരു സിനിമ എടുത്ത് ഞാനിപ്പോഴും ഉണ്ണിക്കുട്ടാന്നാണ് വിളിക്കുന്നത്, ഇപ്പോഴും ഉണ്ണിക്കുട്ടാന്നാണ് വിളിക്കുന്നത്. അതങ്ങനെ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്ത ആളാണ് ഞാൻ, മനസ്സിലായത്. അപ്പോൾ എനിക്കൊരു വാത്സല്യം കൂടുതലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും
ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അബ്രഹാമിൻ്റെ സന്തതികളായാലും ഷൈലോക്ക് ആയാലും കസബ ആയാലും ക്യാപ്റ്റനൊക്കെ നല്ല സിനിമ തന്നെയായിരുന്നു. ഈ സിനിമയ്ക്കൊന്നും അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പ്രകൃതിയോ പ്രപഞ്ചമോ നമുക്കൊരു ടെലിവിഷൻ അവാർഡ് പോലും കിട്ടിയിട്ടില്ല. പൈസ കിട്ടിയിട്ടുണ്ട്, അതെന്താണെന്നും നമുക്ക് ലോജിക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. മനസ്സിലായോ? അപ്പം ഈ ഗുഡ്വിൽ എൻ്റെ കാലഘട്ടം, അപ്പം ജോയൽ സിനി ലാബ് പടം പിടിച്ചിട്ടുണ്ട് അന്തകാലത്ത്. അത് കഴിഞ്ഞ് ഗുഡ്വിൽ വന്നതിന് ശേഷം പടപടോന്ന് പടം പിടിച്ചത്. അപ്പോൾ ഗുഡ്വിൽ ഉണ്ടാക്കി ആ ഗുഡ്വിൽ എന്ന പേരിടാനൊരു കാരണമുണ്ട്. മനസ്സിലായോ? ഒരു പ്രത്യേക ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് മെൽവിൻ എന്ന് പറയുന്നൊരു സുഹൃത്ത് എനിക്കുണ്ട്. അതൊന്നും ഞാൻ ജോയ് നമ്മുടെ ഗുഡ്വിൽ പോവുമോ എന്ന് ചോദിച്ചതിനോട്. അപ്പോൾ ഞാൻ എന്നാൽ ഇന്ന് പോലെ ഇനി ഗുഡ്വിൽ ഉണ്ടാക്കിയിട്ടേ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഗുഡ്വിൽ തുടങ്ങിയത്. മെൽവിൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ഒരു ടെലിവിഷൻ അവാർഡ് പോലും കിട്ടാതെ വന്നപ്പോൾ അതെന്താണെന്ന് നമുക്ക് ലോജിക്ക് മനസ്സിലായില്ലേ. എന്നാൽ ഇനി 2 അവാർഡ് മേടിക്കാൻ പറ്റുമോ എന്നൊരു ഒരു ചിന്താഗതിയുണ്ട്. കാരണം നമ്മൾ പ്രായം കൂടി വരികയാണ്. അപ്പോൾ അതിൽ നിന്നാണ് കിഷ്കിന്ധകാണ്ഡം ചാടിപ്പിടിക്കാനുള്ള കാരണം. മനസ്സിലാകാൻ നിങ്ങൾ ചോദിച്ചതിൻ്റെ കറക്റ്റ് ആൻസർ സത്യസന്ധപരമായിട്ട് തരുന്നതാണ്. ഇപ്പം കൃഷ്ണനാടനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് പറയാണ്, ഇതേ ടീം വെച്ചിട്ടൊരു പടം കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയുണ്ട്. 100%. ആ പടം കണ്ടതിന് ശേഷം ആദ്യം അവർക്ക് എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് ഇനി പടം ചെയ്യണ ഗുഡ്വില്ലിന് വേണ്ടിയായിരിക്കും കൊടുത്തു കഴിഞ്ഞു. അത് ഞങ്ങൾ 2 രീതിയിലാണ് ചിന്തിക്കുന്നത്. വെദർ വി വാണ്ട്. ബാഹുൽ രമേശ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. ക്യാമറമാനേക്കാളുപരി അവനൊരു വല്ലാത്ത സ്കില്ലുണ്ട്, എഴുതാൻ അതിഭീകര കഴിവുള്ള ഒരാളാണ്. അപ്പോൾ അയാളോട് നമ്മൾ പറയുന്നത്, നിങ്ങളെന്തുകൊണ്ട് ഈ കിഷ്കിന്ധകാണ്ഡം ഇനി ഒരു സെക്കൻഡ് പാർട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാം, അതിനുള്ള എലമെൻ്റൊക്കെ ഉണ്ട്. കാരണം അങ്ങനെയൊരു തോട്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങൾ മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വെച്ച് ഞങ്ങളൊരു ഒരു സിനിമ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ എന്തായാലും ഉണ്ട്. അവർക്ക് അഡ്വാൻസ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏത് നേരത്തും അതുണ്ടാകാം. ഓക്കെ. അപ്പം ഷെഡിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് തന്നെ കുങ്കുമപ്പൂവിൻ്റെ ഒരു ജനപ്രിയത പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനുശേഷം അഭിനയിച്ച സിനിമകളിൽ തന്നെ അതേപോലെ തന്നെ ആഘോഷിക്കപ്പെട്ട ക്യാരക്ടറാണ് ഉഷ, മിന്നൽ മുരളിയിലെ ഉഷ. സോ പക്ഷേ ഇത് രണ്ടും 2 ഓഡിയൻസിലേക്കായിരിക്കാം ഒരേ സമയം എത്തിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡിഫറൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം കുങ്കുമപ്പൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു ഓഡിയൻസിൻ്റെ റെസ്പോൺസും ക്യാരക്ടറിൻ്റെ ആ ഒരു സംഭവവും, ഈ ഉഷ മിന്നൽ മുരളി സിനിമയിൽ എത്തിയതിന് ശേഷമുള്ള ആ ഒരു ഉഷയുടെ ക്യാരക്ടറിൻ്റെ ഒരു ആളുകളുടെ ഒരു റെസ്പോൺസും. സിനിമയിൽ എത്തിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സിനിമയിൽ നിന്നാണ്. കേരള കഫേ, തങ്കമീൻകൾ, നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയ ഒരു പ്രോജക്ട്സ് ആയിരുന്നു. മിന്നൽ മുരളി എന്തുകൊണ്ട് ഡിഫറെൻ്റ് എന്ന് പറയുന്നത്, ആ സമയം കോവിഡ് സമയമായിരുന്നു. OTT റിലീസായിരുന്നു മിന്നൽ മുരളി. ഞങ്ങളെല്ലാം ഇപ്പോഴും ഇനിയൊരു തിയേറ്റർ റിലീസ് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന, തിയേറ്ററിൽ കാണണം എങ്കിൽ ആ സിനിമയുടെ ഒരു കംപ്ലീഷൻ ആവുന്നുള്ളൂ. പക്ഷേ ആ സമയം OTT റിലീസായിരുന്നു. എല്ലാവരും മൊബൈലിൽ OTT പ്ലാറ്റ്ഫോംസിലോട്ട് ചായഞ്ഞ് കാണുന്ന സമയമായിരുന്നു. അതായിരുന്നു അതിൻ്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സക്സസ്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ അതിൽ നെറ്റ്ഫ്ലിക്സിൽ വന്നു. അത് കാരണം ഒത്തിരി ഇൻ്റർനാഷണലി ആൾക്കാർക്ക് ഇത് റീച്ചബിളായി, ഇത് ക്ലിക്കായി. അപ്പം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊന്നും നമുക്കറിയില്ല. കോവിഡ് വന്ന് എല്ലാം ഷട്ട് ഡൗൺ ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെയും എക്സ്റ്റെൻഡ് ആയിപ്പോയി. അതിൽ 2-3 പേര് ആർട്ടിസ്റ്റുകൾ മരിച്ചു. അപ്പം അതൊക്കെ എങ്ങനെ നമ്മൾ തിരിച്ചു ചെയ്യും? പിന്നെ പ്രൊഡ്യൂസർക്ക് കുറച്ച് നഷ്ടമുണ്ടായി, അറിയാലോ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അതെല്ലാം അതിജീവിച്ച് ഇതിൽ ഇങ്ങനെ വന്നൊരു സക്സസ് ആയപ്പോഴത്തേക്ക് ഇപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു വിഷമം തന്നെ ഇത് തിയേറ്ററിൽ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു ജമ്പ് എന്ന് പറയുന്നത് എത്തേണ്ടടുത്തത് എത്തി. കംപ്ലീറ്റ്ലി എത്തിയെന്ന് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ഫീൽ കിട്ടിയിട്ടില്ല. സോ ദാറ്റ് സ്റ്റിൽ മിസ്സിങ് ദെയർ. പക്ഷേ അന്നത്തെ സമയത്ത് ആ ഒരു മീഡിയം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ. അപ്പം ഉഷയുടെയും ഷിബുവിൻ്റെയും പ്രണയമാണ് ഒരു പക്ഷേ അതിനുശേഷം നായകൻ്റെയും നായികയുടെയും ഒക്കെ പ്രണയത്തെക്കാളും കൂടുതൽ അതിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ വില്ലൻ ക്യാരക്ടറായിട്ടുള്ള ഷിബുവിൻ്റെ ഉഷയുടെയും പ്രണയം കൂടിയായിരുന്നു. അതിൻ്റെ അത് ആ പാട്ടും എല്ലാമായിട്ട് അതിലൊരു ഷോട്ട് ഉണ്ടല്ലോ, ഇപ്പം ഉഷ മരിക്കുന്ന സീൻ ഉണ്ടല്ലോ, അത് ആ റിസ്ക് അങ്ങനെ തന്നെയായിരുന്നു അതല്ലെങ്കിൽ സിനിമാറ്റിക്? ഇല്ല. ഇറ്റ് വാസ്, ഞാൻ നിൽക്കുന്നിടത്തൊക്കെ ബോംബുകളായിരുന്നു. ഓക്കെ. ഫുൾ അതായിരുന്നു. എല്ലാവരും ഭയങ്കര എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ദാറ്റ്സ് ഫിലിം, വി ഹാവ് ടു ഡു ഇറ്റ്. എന്നാലും അതിൻ്റെ നാച്ചുറൽ ഇത് കിട്ടുള്ളൂ.
അപ്പം എല്ലാവരും അലേർട്ടായിരുന്നു, ആംബുലൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരാളൊന്ന് ഉരച്ചാൽ മതി എല്ലാം തെറിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം വളരെ നാച്ചുറലായിട്ട് അവരെടുത്തതാണ്. പിന്നെ ഉള്ളത് അതിലെ ആക്ട്. ഇപ്പം ഞാനും ഗുരു സാർ ആയാലും ശരി തന്നെ, ഞങ്ങൾ ഒത്തിരി സമയം അല്ലാണ്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രാവിലെയൊക്കെ നടക്കാൻ പോകും, ഒരുമിച്ച് ചായ കുടിക്കാൻ പോകും. പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടാണ്. പുള്ളിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് തിയേറ്റർ. പക്ഷേ അവരുടെ ഒരു പ്രാക്ടിക്കൽ നോളജ് എനിക്കില്ല. അപ്പം നമ്മളൊരു കാര്യം ഒരു സീനിൽ സക്സസ് ആവുന്നത് ഞാനും അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നാച്ചുറലായിട്ട് പോകും. അങ്ങനെ അത് ബേസിലിൻ്റെ ഒരു കഴിവും കൂടിയാണ്. ഹി മേക്സ് എസ് കംഫർട്ടബിൾ. അയാൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് പറയാം. റിഹേഴ്സലിന് അത് ചെയ്ത് കാണിക്കും. ഞങ്ങളന്ന് റിഹേഴ്സലിന് ചെയ്ത് കാണിച്ചു. അന്ന് ആ പാട്ടിൻ്റെ അതൊരൊറ്റ ഷോട്ടായിരുന്നു. അതിൽ പിള്ളേർക്ക് ഫോക്കസിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഷോട്ട് കിട്ടുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയപ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിച്ചു. ബിക്കോസ് ദാറ്റ് വാസ് എ ഗുഡ് ഷോട്ട്. അത് പിന്നീട് അങ്ങനെ വരണം എന്നൊന്നുമില്ല. വി ഡിഡ്ന്റ് പുട്ട് എനി ഗ്ലിസറിൻ ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. അതാണ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ല, ചില മിറാക്കിൾസ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. അങ്ങനെ ഒരു ഹാപ്പനാണത്. ഇപ്പം ഈ പടത്തിൻ്റെ ടൈറ്റിൽ നാരായണീൻ്റെ മൂന്നാൺമക്കൾ. നാരായണീൻ്റെ മൂന്നാൺമക്കൾ. അപ്പം അതിൽ മൂന്നാൺമക്കളെ റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നാരായണിയെ ഒരു കൈ മാത്രമാണ് ടീസറിലുള്ളത്. സോ ആ ക്യാരക്ടറിനെ കുറിച്ച് റിവീൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പറ്റില്ല, അത് നിങ്ങൾ കാണണം. അതാണ് അതിൻ്റെ ഒരു എല്ലാം. ഇത് എന്താ പറയാ, നാരായണീൻ്റെ മൂന്നാൺമക്കളാണ്. അപ്പൊ അമ്മ എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ്, എന്താന്നുള്ളതാണ് വരുന്നത്. ഇതിൽ ഞാനും ഇപ്പൊ ഏറ്റവും ഇളയ മകൻ എന്ന് പറഞ്ഞ സുരാജ് ചേട്ടൻ്റെ ക്യാരക്ടർ ആ വീട്ടില് കുറേ വർഷങ്ങൾക്ക് ശേഷം, 15 വർഷത്തിന് മേലിന് ശേഷം വരുവാണ്. എൻ്റെ പേര് നഫീസ എന്നാണ്, പുള്ളിയുടെ പേര് ഭാസ്കരൻ എന്നാണ്. ആ പേരിൽ തന്നെ ഉണ്ട് കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഒരു ഇഷ്യൂ കാരണം ഇവിടെ നിന്ന് പോയി കുറേ വർഷങ്ങൾക്ക് ശേഷം അവരെ വിളിച്ചു വരുത്തി വരുന്നതാണ് കുടുംബം മുഴുവനും. പിന്നെ അവിടെ നിന്ന് വേറെ ഇഷ്യൂസ് ഉണ്ടായി. അത് എന്താകും എന്നുള്ള വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ള ഒരു തലത്തിൽ കൂടിയാണ് സിനിമ പോകുന്നത്. ഓക്കെ. എനിക്ക് ഈ പടത്തിൻ്റെ ടീസർ കണ്ട സമയത്ത് മമ്മൂക്കയും ലാലേട്ടനൊക്കെ അഭിനയിച്ചിരുന്ന ഒരു ഹിറ്റ് പടമുണ്ട് 80കളിലെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന. മമ്മൂക്കയുടെ അച്ഛനായിട്ട് ബാലൻ കെ നായർ അഭിനയിക്കുന്നു. അദ്ദേഹത്തിന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കൾ തിരിച്ചു വരുന്ന ആ ഒരു മൂഡ് ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ടീസർ കാണുന്ന സമയത്ത് നമുക്ക് അതല്ല, മറ്റെന്തോ ഉണ്ട് എന്നുള്ള ഫീൽ വരുന്നുണ്ട്. അപ്പോൾ മമ്മൂക്കയെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ജോബി ജോർജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, രാജൻ സ്കറിയ വീണ്ടും വരേണ്ടി വരും എന്നുള്ളതാണ്. സോ കസബയുടെ ഒരു 2ാം പാർട്ട് ഉണ്ടാവുമോ? രാജൻ സക്കറിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഗുഡ്വില്ലിൻ്റെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗുഡ്വില്ലിൻ്റെ ലോഗോയിൽ പോലും രാജൻ സക്കറിയുണ്ട്. അപ്പോൾ ഗുഡ്വില്ലിൻ്റെ ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിന് പർപ്പസ്ലി ഇട്ടതാണ് ആ ഫിലിമിൻ്റെ സാധനം. ഞാനതൊരു ചക്രം പോലെയാണ് കരുതുന്നത്. അത് ഓടിക്കൊണ്ടിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ദരിച്ച രാജൻ സക്കറിയ, നിങ്ങളൊന്ന് സൂക്ഷ്മ നോക്കി അതിനകത്ത് രാജൻ സക്കറിയുണ്ട്. രാജൻ സക്കറിയ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും സുന്ദരനായ, അത്രയും എഫിഷ്യൻ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒന്നും കൂടെ വന്നാൽ എന്നാണ് കുഴപ്പമുള്ള മലയാള സിനിമയിൽ? അപ്പോൾ അത് വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ അടുത്തത് തോമസിനോട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പം ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പം ഇതിൽ ഉള്ള എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. ഇപ്പം സജിത മാം ആണെങ്കിൽ അതിൻ്റെ അകത്ത് നാടകത്തിൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ്. സോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ കമർ, 2ാമത്തെ പടമാണ്, ഇപ്പം ന്യൂ കമർ ആക്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ഇവരുടെ ഒരു കൂടെ ഉള്ള ഒരു അസോസിയേഷൻ? സജിത ചേച്ചിയായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാടില്ല. ഒരു സീനുണ്ടെങ്കിലുണ്ട് എന്ന് പറയാവുന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരുമായിട്ടും ഈ പറയുന്ന പോലെ ഇപ്പോൾ ജോജു ചേട്ടനാണെങ്കിലും സുരാജ് ചേട്ടനാണെങ്കിലും അലൻസിറാണെങ്കിലും ഷലീമയാണെങ്കിലും ഗാർഗി ആണെങ്കിലും, ഇപ്പം എനിക്ക് കൂടുതലും ഞങ്ങളിതിനകത്ത് കസിൻസ് ആയിട്ടാണ്. അപ്പം ഗാർഗി എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല എനിക്കിത് ഇത്രയും നന്നായിട്ട് നിഖിലിനെ അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നു ഇഫ് ഗാർഗി വാസൻ ദേർ. ശരിക്കും കേട്ടോ. ഷലീമ അതെ. ആൻഡ് ഇപ്പം 3 ആൺമക്കളുടെ കാര്യം എടുക്കുവാണെങ്കിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈവൻ ഞാൻ ആനന്ദം ചെയ്യുമ്പോൾ നിവിൻ ചേട്ടൻ ഉണ്ടായിരുന്നു അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ. അപ്പോൾ അന്ന്
ഞങ്ങളങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടില്ല. അന്ന് ഷൂട്ടിൻ്റെ സമയത്ത് സംസാരിച്ചു. ഞാൻ ഭയങ്കര എന്താ പറയുക നെർവസ് ആയിരുന്നു തോന്നുന്നു ആ സമയത്ത്. അപ്പം നിവിൻ ചേട്ടനാണെങ്കിൽ ഭയങ്കര കൂളായിരുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഏറ്റവും ഈസിലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് ഒരു സീൻ ചെയ്യുന്നതിന് മുന്നേ. മേ ബി വിത്ത് പ്രാക്ടീസ് ആയിരിക്കാം. ഈ അടുത്തൊരു ഒരു അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ടറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയൊരു ഫീഡ്ബാക്ക് ആയിരുന്നു ഈ ഒരു വാക്ക്, ഈ പ്രാക്ടീസ് എന്നുള്ള വാക്ക്. അപ്പം ആ പ്രാക്ടീസ് അറിയാണ്ട് നമ്മളിലേക്ക് വന്ന് ചേരുന്ന പോലെ. അപ്പം എനിക്ക് തോന്നുന്നു നിവിൻ ചേട്ടനിലും ജോജു ചേട്ടനിലും സുരാജ് ചേട്ടനിലും ശലിമ എല്ലാവരിലും ഞാൻ കാണുന്ന ഒരു സാധനം ഭയങ്കര കൺവിക്ഷനോടെ ഒരു സീനിലേക്ക് അങ്ങ് കയറും. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളറിയാണ്ട് ഒരു നമ്മളൊന്ന് എന്താ പറയുക ആ സത്യസന്ധത ഉണ്ടാവുക എന്നൊക്കെ പറയുമല്ലോ. നമ്മളിങ്ങനെ കുറേ വാക്കുകളാണല്ലോ, ഇത് വാക്കാണോ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ്. അപ്പം ആ സാധനം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ തേടിയുള്ള ഓട്ടത്തിലാണ്. ഇപ്പം പലപ്പോഴും അടിക്കും, പലപ്പോഴും അടിക്കില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ അതാണെന്ന് തോന്നുന്നു ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഹൈ നമ്മൾ അങ്ങോട്ടൊന്ന് ഇട്ടാൽ അവർ ചിലപ്പോൾ ഡബിൾ ഇങ്ങിടും. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് അഗൈൻ ദാറ്റ്സ് ദ വേർഡ് എന്ന്. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഫിലിം സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ റിഹേഴ്സൽ നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. എല്ലാ ആർട്ടിസ്റ്റും ആ സീനിൽ ആരൊക്കെയാണോ വന്ന് അല്ലെങ്കിൽ നമ്മൾ ലൈൻസ് ഒരാൾ തെറ്റിപ്പോയാൽ പിന്നെയും റീടേക്ക് എടുക്കേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും യൂസ് ടു റിഹേഴ്സ് ആൻഡ് ദെൻ ഗോ ഫോർ ടേക്ക്. അതൊരു പ്രിവിലേജും ആണെന്ന് തോന്നുന്നു. റിഹേഴ്സലൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഈ കാണുന്ന തോമസ് അല്ല കേട്ടോ സിനിമയിൽ, ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. അതായത് ഞാൻ 25 കൊല്ലം ഇംഗ്ലണ്ടിൽ ജീവിച്ച ആളാണ്, ഇപ്പോഴും ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പോയി വരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് അത് ഡയറക്ടറുടെ ഒരു കഴിവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അയാളുടെ എഴുത്തിൻ്റെയോ അല്ല അത് പുള്ളി അത് പഠിച്ച് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ അന്ന് വിശ്വസിക്കുന്നു, ആ ഡയറക്ടർക്ക് എന്തൊക്കെയോ ഇതിനകത്തുണ്ട്. അയാളുടെ ജീവിതം അത് 100% ഉറപ്പാണ്. അത് ഞങ്ങൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ലാതെ ഞാൻ സമ്മതിപ്പിക്കും അയാളെ. അതായത് നിങ്ങൾ ദയവായി മനസ്സിലാക്കണം, ഞാൻ ഇയാളെ അയാളവിടെ പുറത്തിരിപ്പോണ്ട് നിങ്ങൾ ചോദിച്ചു. അല്ലടോ ഞാൻ പുറത്ത് അത് ഞാൻ ഏറ്റു. എനിക്ക് താനീ കേക്ക്. അതായത് ഞാൻ ഇയാളെ പരിചയപ്പെടുമ്പോൾ ഇയാളെ അട്ടമ്മൻ്റെ ഒരു വല്ലാത്തൊരു സ്വഭാവവും ഞാൻ പറയടാ നീ ഇത് പ്രാർത്ഥിക്കണം, ഇത് നമുക്കിതെല്ലാം വൃത്തിയാക്കണം. അങ്ങനെ ദൈവമൊന്നുമില്ല ചേട്ടാ എന്നോട്. ഞാൻ പുറത്തിരിക്കുന്നത് ഞാൻ നുണയാണെങ്കിൽ ഇപ്പം തന്നെ ചോദിച്ചു കയറിയോ. ആ പറഞ്ഞ മനുഷ്യനെ ഞാൻ ഒരു തരത്തിൽ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോകാൻ തുടങ്ങി ചേട്ടാ, ദൈവമുണ്ട് എന്ന് പറയുന്ന പോലെ ഇവനെ കൂടി ഞാൻ പറയിപ്പിക്കും. ഇതിനകത്തെ ചില സാധനങ്ങൾ അവൻ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ അതോടെ നിൽക്കട്ടെ. ഇവരുടെ ഈ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇംഗ്ലണ്ട് എന്ന് വരുന്ന ഒരു കുട്ടിയായിട്ട് ഒരാളായി ഇവൻ ചെയ്തത് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം എൻ്റെ ചില കസിൻസൊക്കെ അമേരിക്കയിൽ നിന്ന് ലണ്ടനിൽ നിന്നൊക്കെ വരുമ്പം അവർ ചെയ്യുന്ന ചില മാനറിസങ്ങളൊക്കെ ഞാൻ അപ്പോൾ എനിക്കതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത് ഇവർ പറയുന്ന ഇവരുടെ ഒരു ഷെല്ലിയുടെ ഒരു ആൻസൈറ്റി ഉണ്ട്. നമുക്ക് പോകണം, അവിടെ ഓഫീസ്, മോർഗേജ്, കോപ്പ്, കുടച്ചക്രം, ലീവ്, അതൊക്കെ പറയുന്നുണ്ടല്ലോ. അത് ശരിക്കും അത് എങ്ങനെ ഇയാൾക്കിത് അറിവ് നേടി എന്നൊക്കെ ഞാനും അത്ഭുതപ്പെടുത്താം. കാരണം അത് അങ്ങനെ അവിടെ ഇംഗ്ലണ്ടിൽ ജീവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ ആ മൈന്യൂട്ട് പോയിന്റുകളൊക്കെ കിട്ടുകയുള്ളൂ. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് അവതരിപ്പിക്കാൻ സംവിധായകന് കഴിഞ്ഞു എന്ന് പറയുന്നത് സംവിധായകൻ്റെ വിജയമാണ്. പക്ഷേ എപ്പോഴും പ്രൊഡ്യൂസർ വിജയിക്കണമെങ്കിൽ കാശ് വെട്ടി വരണം, അതിന് പ്രേക്ഷകർ കനിയണം. അപ്പം ഗുഡ്വില്ലിൻ്റെ ഈ പടവും കിഷ്കിന്ത പോലെ വലിയ വിജയമാവട്ടെ, ആളുകളിലേക്ക് എത്തട്ടെ, നിങ്ങളുടെ 4 പേരുടെയും കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി മാറട്ടെ. ഇതേപോലെ ഒരുപാട് സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.